അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴും അല്ലാതെയും മോശമായി ചിന്തിച്ച ചില മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. അവർ ചിലർ അധ്യാപകരാവും, ചിലരൊക്കെ ക്ലർക്കുമാരാവും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് 9ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ മർദ്ദിച്ചതായി ഒരു പരാതി. പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകൻ മദനെതിരെയാണ് പരാതി. കുട്ടിയെ ചൂരലിനടിച്ചുവെന്നും കഴുത്തിൽ പിടിച്ച് നിലത്തിട്ട് മർദ്ദിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ക്ലാസ് ടീച്ചർ അടക്കം മറ്റ് 3 അധ്യാപകർ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നും ആരോപണമുണ്ട്. അനധികൃതമായി ഫീസ് വാങ്ങിയത് ചോദ്യം ചെയ്തതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും സംഭവത്തിന് ശേഷം മകന്റെ പഠനം മുടങ്ങിയ അവസ്ഥയിലാണെന്നും കുട്ടിയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. 4 അധ്യാപകർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരാതി ലഭിച്ചതിനെ തുടർന്ന് അധ്യാപകനെ സസ്പെൻഡും ചെയ്തു. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. അപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു വരികയാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അവനെയും കൂട്ടി ക്ലാസ്സിലോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് UP സെക്ഷനിൽ പഠിപ്പിക്കുന്ന മദനൻ എന്ന് പറഞ്ഞ സാറ് വന്ന് എന്നെ പുറകിൽ നിന്ന് അടിച്ചു. ഞാൻ എന്തിനാ സാറേ അടിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ സാർ അടിച്ചാൽ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞ് എന്നെ പിന്നെ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ദേഹത്തോട്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു പറഞ്ഞു. അപ്പോൾ എൻ്റെ കോർണർ പിടിച്ച് നിലത്തോട്ട് തള്ളിയിട്ടു. നടു പിടിച്ചാണ് ഞാൻ വീണത്. നിലത്ത് കിടക്കുന്ന എന്നെ നിലത്തിട്ടടിച്ചു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ് 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇതെന്തായാലും ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പം എൻ്റെ ID കാർഡ് പിടിച്ച് വാങ്ങിച്ചു. എന്നിട്ട് എൻ്റെ കോർണർ പിടിച്ച് പ്രിൻസിപ്പളിനെ കാണാമെന്ന് പറഞ്ഞ് പിടിച്ച് ഭരിച്ചു. ലാസ്റ്റ് പീരീഡ് ആയപ്പം ഷൈജു ജോസഫ് എന്ന് പറഞ്ഞ മലയാളം ഹൈസ്കൂൾ അധ്യാപകനാണ്, നമ്മളെ പഠിപ്പിക്കുന്നില്ല. ആ സാറ് താഴോട്ട് വിളിപ്പിച്ചു. അപ്പം മദനൻ സാറും ഷൈജു സാറും നിൽപ്പുണ്ട്. എന്നിട്ട് ഷൈജു സാർ എൻ്റെ അടുത്ത് വിളിച്ച് ഭയങ്കര ഭീഷണിപ്പെടുത്താണ്. നീ നല്ല സാറുമാരെ കണ്ടിട്ടില്ല, നിൻ്റെ ചെകിടടിച്ച് പൊളിക്കുകയാണ് വേണ്ട, നിന്നെ പോലുള്ളവന്മാരെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. സെൻറ്റ് മേരീസിലെ ഫീസിൻ്റെ കളക്ഷൻ അവർ സർക്കാർ ഫീസായിട്ടുള്ള 25 രൂപയ്ക്ക് പകരം എല്ലാ വർഷവും ഈ 12,000 കുട്ടികളിൽ നിന്ന് 1,400 രൂപ വീതം വാങ്ങുമായിരുന്നു. ഇതിന് രസീതില്ല, ഇത് എന്തിനാണെന്ന് പറയില്ല, ക്യാഷായിട്ടേ വാങ്ങുള്ളൂ. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഇതിന് രസീതില്ല, പൈസ തരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഇതിലുണ്ട്. ഇതിൻ്റെ പേരിൽ വളരെ സില്ലിയായിട്ടുള്ള കാര്യം, ക്ലാസ്സിൽ ലെയ്സ് കൊണ്ടുവന്നത് കയ്യിൽ വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തൊട്ട് എൻ്റെ കുഞ്ഞിനെ അവിടെ മാനസികമായി പീഡ തുടങ്ങി. ക്ലാസ് ടീച്ചറും മാത്സ് ടീച്ചറും ഉൾപ്പെടെ ക്ലാസ്സിൽ അടിക്കുക, ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തുക, ഇങ്ങനെയുള്ള പലവിധ നടപടികളാണ് യാതൊരു റീസണും ഇല്ലാതെ. ഇത് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് കെവിനെ എതിരെ അവർ കാണുന്ന കുറ്റം. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനു ശ്രീധർ, ഗുഡ് മോർണിംഗ്. റിനു, വീണ്ടും മറ്റൊരു സ്കൂളിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ സങ്കടമാണ് നമുക്ക് രാവിലെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതും പട്ടം സെന്റ് മേരീസ് പോലെ ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ അധ്യാപകർ എന്താണ് പറയുന്നത്? കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത് എന്താണ്? പോലീസ് എന്തായാലും FIR ഇട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മർദ്ദനത്തിൻ്റെ പാടുണ്ട് കുട്ടിയിൽ എന്നാണോ പറയുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തിരുവനന്തപുരം ജില്ലയിലെ അല്ലെങ്കിൽ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് പട്ടം സെൻറ്റ് മേരീസ്. ഇവിടുത്തെ 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥിക്കാണ് ക്രൂരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കൾ പറയുന്നത്. അതായത് കുറച്ച് നാൾ മുമ്പ് 25 രൂപ ഫീസ് എന്നുള്ളത് 1,400 രൂപ വാങ്ങിക്കുന്നു. ഇത് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഈ കുട്ടിയോട് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ അധ്യാപകർക്കുണ്ട് എന്നുള്ളതാണ്. പല സാഹചര്യങ്ങളിൽ ഈ ക്ലാസ് ലീഡറും നല്ല രീതിയിൽ പഠിക്കുന്നതുമായി കുട്ടിയെ പുറത്തു നിൽക്കുന്നു, ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ 22-നാണ് ഈ കുട്ടി ബാത്റൂമിൽ പോയിട്ട് വരുന്ന സാഹചര്യത്തിൽ UP വിഭാഗം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിട്ടുള്ള മദനൻ ഈ വിദ്യാർത്ഥിയെ പുറകിലൂടെ വന്ന് മർദ്ദിക്കുന്നത്. തുടർന്ന് ഈ കുട്ടി ചോദ്യം ചെയ്യുന്ന ഒരു ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടി ചോദ്യം ചെയ്യുന്നു, പരാതി നൽകുമെന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിലത്തിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഇത് ചോദ്യം ചെയ്യുവാൻ ഈ രക്ഷകർത്താക്കളൊക്കെ തന്നെ ക്ലാസ് ടീച്ചറിനോട് അടക്കം ചോദിച്ചെങ്കിൽ അവരൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രിൻസിപ്പലിനോട് സംസാരിച്ചു, പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ മർദ്ദിച്ചതിന് ശേഷം മറ്റ് 3 അധ്യാപകർ ഈ മദനൻ എന്ന് പറയുന്ന അധ്യാപകരോടൊപ്പം ക്ലാസ്സിലെത്തി ഈ കുട്ടിയെ മാനസികമായി വലിയ രീതിയിൽ ടോർച്ചർ ചെയ്തു എന്നുള്ളതും ഇവർ പരാതിയിൽ പറയുന്നു. തുടർന്നാണ് ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകുന്നതും. ഇപ്പോൾ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മൊഴിയെടുപ്പുകളും മറ്റ് നടപടിക്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് SHO അറിയിച്ചത്. എന്തായാലും
സ്കൂളിലെ പ്രിൻസിപ്പളുമായി നമ്മൾ സംസാരിച്ചു. പ്രിൻസിപ്പൽ പറയുന്നത് നിലവിൽ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അധ്യാപകനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് മാനേജ്മെൻറ്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് ഇത് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത്തരത്തിലുള്ള വലിയൊരു ഇടപെടൽ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഒരു കുട്ടികളെ നിയന്ത്രിക്കുന്ന തരത്തിൽ ചൂരൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് മർദ്ദിച്ചത് മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കുട്ടിക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട്. അധ്യാപകനാണ്. ഈ കുട്ടി പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. UP സ്കൂളിലെ അധ്യാപകൻ എന്താ 9ാം ക്ലാസ്സിലെ കുട്ടിയെ ചൂരൽ കൊണ്ട് മർദ്ദിക്കേണ്ട കാര്യം? തീർച്ചയായും അത് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. കാര്യം ഈ അധ്യാപകൻ തന്നെ മർദ്ദിക്കേണ്ടതോ ശാസിക്കേണ്ടതോ ആയിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷേ അധ്യാപകൻ്റെ ഒരു വെർഷൻ എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർ പറയുന്നത് ബെല്ലടിച്ചതിന് ശേഷം ഈ കുട്ടികൾ ക്ലാസ്സിൽ കയറിയില്ല, അതുകൊണ്ട് പുറകിലൂടെ വന്ന് എല്ലാവരെയും ഒരു അധ്യാപകൻ സാധാരണഗതിയിൽ ഒരു ചെറിയ രീതിയിൽ ശാസിക്കുന്ന തരത്തിൽ ചൂരൽ കൊണ്ട് ഒന്ന് മർദ്ദിച്ചു എന്നുള്ളത്. പക്ഷേ കുട്ടിക്ക് പരിക്കുണ്ട്. ആയുർവേദ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഈ കുട്ടി ചികിത്സ തേടിയിട്ടുണ്ട്. നിരവധി ദിവസം ആയുർവേദ ആശുപത്രിയിൽ നിരവധി ദിവസം കിടന്ന് ചികിത്സിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു മനോവിഷമം ഈ കുട്ടിക്കുണ്ട്. ഈ കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോയിരുന്നില്ല കുറച്ച് ദിവസം. അതിനുശേഷം ഇപ്പോൾ 4-5 ദിവസമായി രക്ഷകർത്താക്കളും മറ്റ് അധ്യാപകരും നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി ആ സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷേ മാനസികമായി കുട്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ ഈ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം ചേർക്കാനാണ് ഇപ്പോൾ രക്ഷിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ റിനു, പട്ടം സെന്റ് മേരീസ് പോലൊരു സ്കൂളിൽ അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അത്തരത്തിൽ അധ്യാപകർ മോശമായി പെരുമാറുന്ന വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വരാത്തൊരു സാഹചര്യമുണ്ട്. വലിയ സ്കൂളാണ്, മികച്ച അധ്യാപകരും നല്ല സംവിധാനങ്ങളും ഒക്കെയുള്ള സ്കൂളാണ് അല്ലേ റിനു? തീർച്ചയായും. അതായത് ഏകദേശം 12,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നുമാണ്. കാരണം രക്ഷകർത്താക്കളെല്ലാം തന്നെ ആ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ അധ്യാപകനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു താൽക്കാലിക അധ്യാപകൻ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായി. കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ആ വഴി എന്താണ് എന്നുള്ളത് മനസ്സിലായി. ഒരു താൽക്കാലിക അധ്യാപകനുമാണെന്ന് മാത്രവുമല്ല, ഒരു വിമുക്ത ഭടൻ കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊരു ഡിസിപ്ലിൻ പാലിക്കാൻ ഒരു പക്ഷേ കുട്ടിയെ നിർബന്ധിച്ചതാവാം. പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടില്ല. നിലവിലെ അധ്യാപകൻ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ചട്ടപ്രകാരം കുട്ടികളെ കോർപ്പറൽ പനിഷ്മെന്റിന് വിധേയമാക്കാൻ കഴിയില്ല എന്നുള്ളത് അധ്യാപകൻ അറിയാതെ പോയിട്ടുണ്ടാവും. എന്തായാലും അത് ഗുരുതരമായ വീഴ്ചയാണ്. കുട്ടിക്ക് മാനസികമായിട്ടും വിഷമമുണ്ടായി, ശാരീരികമായിട്ടും അവശതയുണ്ടായിട്ടുണ്ട്.